ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു ചെറിയ ബർത്ത്ഡേ വ്ളോഗാണ്. ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ച മുതൽ നൈറ്റ് വരെയുള്ള ചെറിയൊരു വ്ളോഗ്. രാവിലെ ഒരു പാക്കറ്റ് ചോക്ലേറ്റ് സ്കൂളിൽ കൊണ്ടുപോയി. അപ്പോൾ അതിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഇവനിന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. സാധാരണ സ്കൂളിൽ പോകുന്ന സമയത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എപ്പോഴും കരയാറുണ്ട്. കുറച്ചുകൂടി എനിക്ക് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ടായിരിക്കണം, പിന്നെ ചോക്ലേറ്റൊക്കെ കണ്ടതുകൊണ്ട് ഫ്രണ്ട്സിനെ കൊടുക്കാമല്ലോ, ടീച്ചേഴ്സിനെ കൊടുക്കാമല്ലോ, അവൻ്റെ ഇഷ്ടപ്പെട്ട 2 മാമുണ്ട്, അവർ കൊടുക്കാമല്ലോ എന്നുള്ള ഇതിൽ അങ്ങനെ കുറച്ച് ഹാപ്പി ആയിട്ട് എണീച്ച ആൾ. ഫസ്റ്റ് ന്യൂ ഇയർ ഡേ ആയതുകൊണ്ട് ഇവൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ മിക്കവാറും ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഇവൻ്റെത് ആഘോഷിക്കുന്ന സമയത്ത് അവർക്ക് 2 പേർക്കും സങ്കടമാവുന്നതുകൊണ്ട് അവരുടെ ബർത്ത്ഡേയും ഞങ്ങൾ ചെറിയ രീതിയിൽ ആഘോഷിക്കാറുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് കുറച്ച് ബിസി ആയിരുന്നു, കുറേ ബിരിയാണി കാര്യങ്ങൾ ഉണ്ടാക്കലും അങ്ങനെയുള്ള. അപ്പോൾ ഹസ്സും കുറച്ച് ഹെൽപ്പ് ചെയ്തു. അവർ ചെറിയ ഹെൽപ്പൊക്കെ ഹസ്സും ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടി ബിരിയാണിയും ഫ്രൈയും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കി. കുട്ടികൾ ബർത്ത്ഡേ മാത്രമേ ഇങ്ങനെ കാര്യമായിട്ട് ആഘോഷിക്കാറുള്ളൂ. അതും വലിയ പാർട്ടി ആയിട്ടൊന്നും ആഘോഷിക്കാറില്ല. ഫസ്റ്റും സെക്കൻഡിലൊക്കെ ഉപ്പാൻ്റെ വീട്ടുകാരൊക്കെ വിളിച്ച് അങ്ങനെ വീട്ടിൽ അടുത്ത റിലേറ്റീവ്സിന് ചെറുതായിട്ട് ചെറിയൊരു 10-15 പേരുടെ ചെറിയ പാർട്ടി ആയിട്ട് അങ്ങനെ ആഘോഷിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഉപ്പാൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് കേക്ക് കട്ട് ചെയ്തു, ഇവിടെ നിന്ന് കേക്ക് എടുത്ത് പൊതുവേ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം പിന്നെ ഇവിടുന്ന് മാത്രമേ കേക്ക് കട്ട് ചെയ്തുള്ളൂ. എപ്പോഴും ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി വെക്കാറ്. പക്ഷേ ഇന്ന് എല്ലാവരും പറഞ്ഞ് സെപ്പറേറ്റ് ഫ്രൈ ചെയ്താൽ മതി, യെല്ലോ കളർ ബിരിയാണി മതിയെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്തതാണ് ഇന്ന്. പക്ഷേ ഇന്നത്തെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കിഷ്ടമായി. പൊതുവേ ചിക്കൻ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യാറ്, പക്ഷെ ഇന്ന് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത്, അതുകൊണ്ട് എന്തോ നല്ല ടേസ്റ്റ് തോന്നി. അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെറിയ രീതിയിൽ ഡെക്കറേറ്റൊക്കെ ചെയ്തു. ഞങ്ങൾ പൊതുവെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ചെയ്ത് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ സ്റ്റാറ്റസൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നല്ല അഭിപ്രായം പറയാറുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ടെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. അങ്ങനെ ഇന്നും ചെറിയ രീതിയിൽ എപ്പോഴും ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി സിമ്പിളായിട്ട് ഇന്ന് ചെയ്തത്. അങ്ങനെ ഡെക്കറൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞാണ് പിന്നെ ബാക്കി പരിപാടികൾ. ബർത്ത്ഡേ ഔട്ട്ഫിറ്റാണിത്. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് അവൻ്റെ കേക്ക് കട്ടിങ്. ഈ കേക്ക് എൻ്റെ ഒരു കസിൻ ഉണ്ടാക്കിയതാണ്. പുതിയൊരു കമ്പിളി ഭാഗത്ത് മിസ്രിയ എന്ന് പറയും, കസിൻ്റെ പേര് മിസ്രിയ എന്നാണ്. സൈഹ ബേക്സ് ആണ് ഇൻസ്റ്റ ID. ഇൻഷാല്ലാ ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. അൺബോക്സിങ് വീഡിയോ ആണിത്. അങ്ങനെ ഓരോരുത്തരായിട്ട് കൊടുത്ത ഗിഫ്റ്റ്സ് ഓപ്പൺ ചെയ്യണം അവൻ തന്നെ. അവന് ചെയ്യാൻ പറ്റാതെ ഞങ്ങളും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ സിസ്റ്റർ കൊടുത്തതാണിത്. ഇത് ഞാൻ കൊടുത്ത ചെറിയൊരു ഗിഫ്റ്റാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇപ്പുറത്ത് ഒരു ഇത്തയുണ്ട്, കുഞ്ഞമ്മന്ന് ഇവർ വിളിക്കാറ്. അവർ ഒരു ബോക്സ് ഐസ്ക്രീം കൊടുത്തു ഇവന് ഗിഫ്റ്റായിട്ട്. അങ്ങനെ ചെറിയ ചെറിയ ഗിഫ്റ്റ്സ്. അവന് അത്ര മതി, ഭയങ്കര ഹാപ്പിയാണ്. അവൻ ഇന്നത്തെ ഡേ വളരെ ഹാപ്പിയാണ്. രാവിലെ സ്കൂളിലേക്ക് ചോക്ലേറ്റ്സ് കൊടുത്തപ്പോൾ തന്നെ അവന് ഫുള്ള് ഹോണായി. ഇന്നത്തെ കേക്ക് സൂപ്പറായിരുന്നു. അധികം ക്രീമില്ലാത്ത കേക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ബ്രൗണീസിനെ കൊണ്ട് ഞാനൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു, ഒരു മോഡൽ പറഞ്ഞു കൊടുത്തു. അതുപോലെ അവൾ കസ്റ്റമൈസ് ചെയ്ത് തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരുടെ ഗിഫ്റ്റ് എങ്ങനെയെങ്കിലും എടുത്ത് മാറ്റി ബാപ്പാൻ്റെ ഗിഫ്റ്റ് എങ്ങനെയെങ്കിലും ഒന്ന് പൊളിച്ച് അവൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ട് അത് തിരക്കൂടി ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യേണ്ട തിരക്കിലാണ് ബാപ്പാക്കാണ് തിരക്കിപ്പോൾ. അപ്പോൾ ഇക്കാക്കക്ക് ഗണ്ണ് കൊടുക്കുമ്പം ചെറിയ ആളും കൂടി കരയല്ലോ. അപ്പോൾ ചെറിയ ആൾക്കും കൂടി ചെറിയൊരു ഗണ്ണ് വാങ്ങി. അവനും കുറേ ആയി ഗണ്ണ് ഇവൻ്റെത് കേട്ടിട്ട് പറയാൻ തുടങ്ങിയിട്ട്. അങ്ങനെ 2 ആൾ ഹാപ്പിയായി. അങ്ങനെ ഇതൊരു ചെറിയൊരു വ്ളോഗാണ്. ഇൻഷാല്ലാ ഇനിയും കാണണം. ഇനിയും വ്ളോഗുമായിട്ട് ഇൻഷാല്ലാ ഞാൻ വരുന്നതായിരിക്കും. ഇതുപോലെയുള്ള എന്തെങ്കിലും ചെറിയ വ്ളോഗ് നിങ്ങളെല്ലാവരും കാണണം, ആരെയും മുഷിപ്പിക്കില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും.